ഹായ് മഗൾസ്, അങ്ങനെ ജൂൺ 7-ാം തീയതിയാണ് എജുപോർട്ടിൻ്റെ അവസാനത്തെ ഇസാറ്റ് എക്സാം. ഇനി ഒരു ഇസാറ്റ് എക്സാം ഇല്ല. ഇതാണ് നമ്മൾ അവസാനത്തെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ മാതിരി ലാസ്റ്റത്തെ ഉത്സവം. സോ എല്ലാവരും നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന എൻ്റെ വിശ്വാസം. നമ്മൾ അതിൻ്റെ സിലബസ് ആണ് നേരെ പറയാൻ പോകുന്നത് കേട്ടോ. 60 മിനിറ്റിൽ 60 ചോദ്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക. ആൻഡ് ഇംഗ്ലീഷ് മീഡിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ള പഠന ചോദ്യം ഉണ്ടായിരിക്കും. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, ഈ 3 പാഠങ്ങളായിരിക്കും എന്തിലുണ്ടാവുക? 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയെ ബേസ് ചെയ്തിട്ടുള്ള എജുപോർട്ടിൻ്റെ ഇസാറ്റ് എക്സാം എന്നുള്ള ചോദ്യം ഉണ്ടാവുക. ഇനി ഫിസിക്സ് ആണെങ്കിൽ ലെൻസ് എന്നുള്ള പാഠം, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ, ഈ 3 പാഠമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ബയോളജി ആണെങ്കിൽ ജനറ്റിക്സ് ഓഫ് ലൈഫ്, ബിഹൈൻഡ് സെൻസേഷൻ, ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, ഈ 3 പാഠമായിരിക്കും ബയോളജിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. മാത്സ് ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ട്രിഗണോമെട്രി, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ഈ 3 പാഠവും നന്നായിട്ട് പഠിക്കുക. സോ ഈ 4 സബ്ജക്റ്റിൽ നിന്നും ചോദ്യം ഉണ്ടാവും. അതിന് പുറമെ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാവും. കഴിഞ്ഞ ഈ സെറ്റ് എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയാം. ബേസിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അരിത്തമെറ്റിക്, ആൾജബ്ര, ജോമെട്രിക്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, പസിൽസ്, ഡയറക്ഷൻസ്, റിലേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ജനറൽ നമ്മൾ NMMS എക്സാം ഒക്കെ എഴുതിയ ടൈപ്പ് സാധനങ്ങളില്ലേ, അതിൻ്റെ ഒക്കെ ഒരു വേറൊരു വകഭേദം. സോ ആ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളെ SSLC ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സിലബസ്. ഇനി മലയാളം മീഡിയം ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് CBSE ആണെങ്കിൽ ക്ലാസ് 10 കെമിസ്ട്രി ആണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്സ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ഇതാണ് കെമിസ്ട്രി എന്നുള്ള പാഠങ്ങൾ. ഫിസിക്സ് ആണെങ്കിൽ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ബയോളജി ആണെങ്കിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. മാത്സ് ആണെങ്കിലോ പോളിനോമിയൽസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി, ഇതായിരിക്കും നമ്മളെ സിലബസ്. സോ ഇതിൻ്റെ PDF ഒക്കെ താഴെ അവൈലബിൾ ആയിരിക്കും. എൻ്റെ മക്കൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആ തീവ്രത എവിടെ കാണണം? ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, വാവ് സാർ അതൊക്കെ ഞങ്ങൾ പഠിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ ആ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. എടാ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, 2 കൊല്ലം നമ്മൾ സാധാ സ്റ്റേറ്റ് സിലബസിൻ്റെ കണ്ടൻറ്റും പഠിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നീറ്റ് ആണെങ്കിൽ നീറ്റിൻ്റെ കണ്ടൻറ്റ് പഠിക്കും, JEE ആണെങ്കിൽ JEEൻ്റെ കണ്ടൻറ്റ് പഠിക്കും. അവിടെ താമസിച്ച് ഒരു കുടുംബം പോലെ നിന്ന് നമ്മൾ പഠിക്കും. സോ ഗൈസ്, എല്ലാവരും ഈ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാത്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം രജിസ്റ്റർ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. സോ ജൂൺ 7-ാം തീയതിയാണ്, മറക്കരുത്. ബൈ.